മര്യാദക്ക് ജോലിയും കച്ചവടമൊക്കെ കഴിഞ്ഞിരുന്ന ഒരു വിഭാഗത്തെ ഡൽഹി സർക്കാരിലെ മന്ത്രി മഞ്ജീന്ദർ സിംഗ് സർസ ഓരോ ആരോപണങ്ങളുമായി വന്ന് ഇപ്പോ ഏതാണ്ട് 60% ആളുകൾക്ക് 15,000-ഓളം ആളുകൾക്ക് ജോലിയില്ലാതെ നാട് വിടേണ്ടി വന്നു, അല്ലെങ്കിൽ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടി വന്ന ഒരു അവസ്ഥയാണ് ഇന്ന് ഡൽഹിയിൽ ഉള്ളത്. നോർത്ത് ഡൽഹിയിലെ കയ്യാല, അതുപോലെ വിഷ്ണു ഗാർഡൻ എന്നും അറിയപ്പെടും. അവിടെ ഈ UP, ബംഗാൾ, ബീഹാർ, ആസാം, അതുപോലെ ഛത്തീസ്ഗഡ്, ഈ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ, കൂടുതലും UP-യിൽ നിന്ന് വന്ന മുസ്ലിങ്ങളാണ് 10-20 വർഷത്തോളം അവിടെയുള്ളത്. പിന്നെ പല വിഭാഗങ്ങളിൽ നിന്നുള്ള സിഖ് വിഭാഗത്തിൽ നിന്നും ഹിന്ദുക്കൾ ഒക്കെയായി, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനികളൊക്കെ കൂട്ടായി നല്ല രീതിയിൽ സമാധാനത്തോടു കൂടി കച്ചവടം ചെയ്തിരുന്ന നിർമ്മാണ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്ന സ്ഥലത്ത് സംഘപരിവാരം, അതായത് ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ ഡൽഹിയിലെ ഈ മഞ്ജീന്ദർ സിംഗ് സർസ വരികയും അവിടെ മുസ്ലിങ്ങൾ റോഹിംഗ്യകളാണ്, അതുപോലെ ബംഗ്ലാദേശിൽ നിന്നുള്ള ആളുകളാണ് എന്നൊക്കെ ആരോപിക്കുകയും, അതൊക്കെ ഡൽഹിയിൽ UP-യിൽ നിന്നൊക്കെ വന്ന ആളുകളാണ്, മുസ്ലിങ്ങളാണ്, ആരോപിക്കുകയും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അവസാനം ഏതാണ്ട് ഒരു 800-ഓളം യൂണിറ്റുകൾ അടച്ചുപൂട്ടി പോവേണ്ടി വരുന്ന ഒരു അവസ്ഥ വരെ എത്തി. 15,000-ഓളം ആളുകൾക്കാണ് തൊഴിലില്ലാതായത്. മറ്റിതര മതസ്ഥരായ ആളുകളൊക്കെ പറയുന്നത് ഇവരൊക്കെ ഇന്ത്യക്കാർ തന്നെയാണ്, എല്ലാവരും ഇവിടെ ജോലി ചെയ്യുന്നവരൊക്കെ ഞങ്ങളൊക്കെ കൂട്ടായി സമാധാനത്തോടു കൂടിയാണ് ജോലി ചെയ്തു വന്നിരുന്നത്, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിനിടക്കാണ് ഈ ഡൽഹിയിലെ ഇൻഡസ്ട്രീസ് മിനിസ്റ്ററായ ഈ മഞ്ജീന്ദർ സിംഗ് സർസ വന്ന് ഓരോ ആരോപണങ്ങളുമായി വന്ന്, അവര് മറ്റ് പുറത്തുനിന്നുള്ളവരോ ഒന്നുമല്ല, പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്, അവർക്ക് രേഖകളുണ്ട്. ഇവര് പക്ഷേ ഈ ഡിപ്പാർട്ട്മെന്റ് കൊടുത്ത നോട്ടീസിലുള്ളത് ഇതൊക്കെ പാരിസ്ഥിതിക പ്രശ്നം മൂലമാണ് ഈ കച്ചവടം പൊട്ടിച്ചു തന്നത്. കാരണം ഈ പറയുന്നത് രണ്ടും രണ്ടാണ്. ഡിപ്പാർട്ട്മെന്റ് കൊടുത്ത നോട്ടീസിൽ ഉള്ളത് പാരിസ്ഥിതിക പ്രശ്നമെന്ന്, പക്ഷെ ഈ മഞ്ജീന്ദർ സിംഗ് സർസ പറഞ്ഞത് അവര് ബംഗ്ലാദേശിൽ നിന്നുള്ളവരും അതുപോലെ റോഹിംഗ്യകളൊക്കെ ആണെന്നാണ്. 2021 ആ സ്ഥലം ഇൻഡസ്ട്രിയൽ ഏരിയ ആക്കുകയും അങ്ങനെ വൻതോതിൽ ആ കച്ചവടം പുരോഗമിക്കുകയും നല്ലൊരു ബിസിനസ് മേഖലയായി അത് മാറുകയും ചെയ്തതാണ്. പക്ഷെ ആ സമയത്ത് ഇങ്ങനെ ഒരു കച്ചവടത്തെ തകർക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ പലരുടെയും തൊഴിലിനെ ബാധിക്കുന്ന രീതിയിൽ ഇടപെടുകയും ഇല്ലാതായ്മ ചെയ്യുകയും ചെയ്ത ഈ ഒരു പരിപാടി സംഘപരിവാറിന്റെ സ്ഥിരം പരിപാടികൾ ഒന്നാണ്